ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദർസു സാലിസ് മൂന്നാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈദുൽ അൽഹ, ബലിപെരുന്നാൾ. എന്താണ് ബലിപെരുന്നാൾ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്മരണയാണ്. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നിങ്ങൾക്ക് പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ ബോക്സ് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് പാഠം ആരംഭിക്കാൻ. അപ്പോൾ ഇത് ഉസ്താദ് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൊന്ന് പറയാം. അബ്ദുള്ളയും ആയിഷയും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും വീട്ടിലുണ്ട്. നാളെ വലിയ പെരുന്നാളാണ്. ഉപ്പയും ഇക്കാക്കമാരുമെല്ലാം പെരുന്നാളിന് വന്നതാണ്. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചി ഇട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുള്ളയും നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബ്ഹിന്റെ അദാൻ മുഴങ്ങി. ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിൻ്റെ തക്ബീർ മുഴങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണ് രണ്ടാമതും അദാൻ കേൾക്കുന്നത്? ആയിഷ വല്യമ്മയോട് ചോദിച്ചു. അത് ബലിപെരുന്നാളിൻ്റെ തക്ബീറാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വയസ്സായി, കുട്ടികളുണ്ടായില്ല. കുഞ്ഞിനു വേണ്ടി അല്ലാഹു തആലയോട് ദുആ ഇരുന്നു. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജറ ബീവി ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പുഴയും തോടും കിണറും കുളവും ഒന്നുമില്ലായിരുന്നു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മകനെയും കഅബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ചു കരഞ്ഞു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളമന്വേഷിച്ച് സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടി. ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. എവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് സംസം ഉറവ പൊട്ടിയത്. അവർ വെള്ളം കുടിച്ചു ദാഹം തീർത്തു. വെള്ളം ധാരാളമായി ഒഴുകി. വെള്ളപ്പാച്ചിലുണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടി നിർത്തി. അതിൻ്റെ ഒഴുക്കു നിന്നു. സംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം നീ കുടിച്ചില്ലേ? ഉമ്മാമ ചോദിച്ചു. അതെ അതെ, അവൾ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പനയായിരുന്നു അത്. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ കാര്യം മകനോട് പറഞ്ഞു. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകനു പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ബലിപെരുന്നാളിന് നാം നടത്തുന്ന ഉൾഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നം എന്തായിരുന്നു? മകനെ അറുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പനയായിരുന്നു. നബിമാരുടെ സ്വപ്നം ഡേഷിന്റെ ഭാഗമാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. എന്താണ്? വഹീന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ തയ്യാറായി. എന്നാൽ മകനു പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. നാം ഇന്ന് നടത്തുന്ന ബലിപെരുന്നാളിൽ നടത്തുന്ന ഉദ്ഹിയ്യ ആ സ്മരണ പുതുക്കലാണ്. ഏത് സ്മരണ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് അത് ചെയ്യാൻ പോകുന്നു. ആ സ്മരണ പുതുക്കലാണ് നമ്മൾ ഇന്ന് നടത്തുന്ന ബലിപെരുന്നാൾ ഉദ്ഹിയ്യ. മനസ്സിലാക്കുക. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തക്ബീർ ചൊല്ലി. മാഉ സംസമ ലിമാ ശുരിബ ലഹു. എന്ത് ഉദ്ദേശം വെച്ചാണോ കുടിച്ചത് സംസം അതിനുള്ളതാണ്. എന്തുദ്ദേശം വെച്ചാണോ കുടിച്ചത് സംസം അതിനുള്ളതാണ്. മനസ്സിലാക്കുക. പിന്നെ ഇവിടെ താഴെ നക്റഉ നഫമു പാഠത്തു നിന്നുള്ള കുറച്ച് വേർഡ്സുകൾ, അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. വല്യുമ്മ ഗ്രാൻഡ് മദർ, ഉമ്മാമ എന്ന് പറഞ്ഞ് പാഠത്തിൽ നമ്മൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പെരുന്നാൾ, ബക്രീദ്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ താഴെ വരുന്ന വേർഡ്സുകളും നന്നായി മനസ്സിലാക്കണം. ഖലീലുല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഖലീലുല്ല. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ. സംസം മക്കയിലെ കഅബ ഷരീഫക്കടുത്തുള്ള പുണ്യജലം. സഫ മർവ കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകളാണ് സഫ മർവ. ഈദുൽ അൽഹ ബലിപെരുന്നാൾ. തക്ബീർ അല്ലാഹു അക്ബർ. ഉദ്ഹിയ്യ ബലി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ആരാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേര് എന്താണ്? സംസം. ഹാജറ ബീവി ഏത് മലകൾക്കിടയിലാണ് വെള്ളം അന്വേഷിച്ചോടിയത്? സഫ മർവ മലകൾക്കിടയിൽ. സംസം എന്താണ്? ചോദ്യം വരാം. മക്കയിലെ കഅബ ഷരീഫക്കടുത്തുള്ള പുണ്യജലമാണ്. ബലിപെരുന്നാൾ എന്നതിൻ്റെ അറബി ഈദുൽ അൽഹ. അതൊക്കെ നന്നായി മനസ്സിലാക്കട്ടോ. ഉളുഹിയ്യത്ത് ബലി. ടിക് ദ കറക്റ്റ് ആൻസറൊക്കെ ആക്കിയിട്ട് വരാറുണ്ട്. ഉളുഹിയ്യ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ തന്ന് അതിലൊന്ന് ബലിയാണെങ്കിൽ നമുക്ക് ശരി അടയാളപ്പെടുത്താൻ കഴിയണം. അപ്പം മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇതിൻ്റെ വർക്ക് തദ്രിബാത്തുകളൊക്കെ ദഫ്തർ തോലിബിലാണ്. നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ തദ്രിബാത്തിൽ ആദ്യം വരുന്നത് എന്താണ്? ഈ തക്ബീർ ഇവിടേക്ക് പകർത്തി എഴുതാനാണ്. അപ്പം അതുപോലെ ചെയ്യാം. പിന്നെ നൊയ്ദു മുദക്കിറ, ഇവിടെ ബലിപെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. നമ്മുടെ ബലിപെരുന്നാൾ ആഘോഷത്തെക്കുറിച്ചിട്ട് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കണം. എന്തെഴുതാം നമുക്കവിടെ? അപ്പോൾ ഇവിടെ ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. എന്താണ്? ബലിപെരുന്നാളിന് ഉപ്പയും ഇക്കാക്കമാരുമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചിട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങളെല്ലാം നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബ്ഹിന്റെ അദാൻ മുഴങ്ങി. ഉപ്പയും ഇക്കാക്കമാരും മസ്ജിദിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിൻ്റെ തക്ബീറുകൾ മുഴങ്ങി. ഞങ്ങളെല്ലാവരും കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ബന്ധുവീടുകളിലൊക്കെ സന്ദർശിച്ചു. ഉമ്മ വിഭവസമൃദ്ധമായ സദ്യകൾ ഉണ്ടാക്കിയിരുന്നു. വീട്ടിൽ വിരുന്നുകാർ വന്നിരുന്നു. അപ്പം നമ്മൾ പെരുന്നാളിനെ കുറിച്ചിട്ട്
അങ്ങനെയും എഴുതി അവിടെ ഖണ്ഡിക പൂർത്തിയാക്കണം. പിന്നെ അടുത്ത വർക്ക് നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേര് എഴുതാൻ. എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേര്? ഖലീലുള്ള. ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ അത് അവിടേക്ക് എഴുതുക. അടുത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ ആരാണ്? ആരാണ്? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സ്വപ്നത്തിലൂടെ അല്ലാഹു തആല എന്താണ് കൽപ്പിച്ചത്? എന്താണ് കൽപ്പിച്ചത്? മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ അല്ലാഹു തആല സ്വപ്നത്തിലൂടെ കൽപ്പിച്ചു. മനസ്സിലാക്കുക, അല്ലാഹു തആലയുടെ കൽപ്പന അതായിരുന്നു. മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പനയുണ്ടായിരുന്നു. അതാണ് സ്വപ്നത്തിലൂടെ അറിയിച്ചത്. അടുത്തത് ബലി പെരുന്നാളിൽ നാം നടത്തുന്ന ഉൽഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. ഏത് സ്മരണ? അപ്പോൾ അവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എഴുതേണ്ടത്. എന്താണ്? അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം തയ്യാറായി. എന്നാൽ മകനു പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആടിനെ അറുത്തു. ബലിപെരുന്നാളിൽ നടത്തുന്ന ഉൽഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നബിമാരുടെ സ്വപ്നം ഡാഷിന്റെ ഭാഗമാണ്. എന്തിന്റെ ഭാഗമാണ്? വഹീന്റെ ഭാഗമാണ്. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. അപ്പം അത് പാടെടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലാക്കുക. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു സ്വീകരിച്ചു എന്ന് എഴുതാം. ഇവിടെ അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. അപ്പോൾ അവിടെ അല്ലാഹു തആല എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഹാജറ ബീവി ഡാഷ് ഇടയിൽ ഓടി. എവിടെയാണ്? സഫാ മർവ മലകൾക്കിടയിൽ ഓടി. സഫാ മർവ മലകൾക്കിടയിൽ ഓടി. അങ്ങനെ എഴുതി കൊടുക്കാം. സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടി. മനസ്സിലാക്കുക. അടുത്തത് സംസം കിണർ ഡാഷിന്റെ അടുത്താണ്. എവിടെയാണ്? അപ്പം അത് എവിടുന്ന് മനസ്സിലാക്കിയതാ? മക്കയിൽ കഅബ ഷരീഫൊക്കെ അടുത്ത്. മക്കയിലെ കഅബ ഷരീഫൊക്കെ അടുത്താണ് സംസം കിണർ. മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് സംസം മനുഷ്യർക്ക് ഡാഷ് നൽകുന്നു. സംസം മനുഷ്യർക്ക് ശമനം നൽകുന്നു. ശമനം. അപ്പം അതവിടേക്ക് എഴുതാം. അടുത്ത വർക്ക് എന്താ? നക്തുബ് മക്കാല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ഖണ്ഡിക എഴുതാനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്. അപ്പോൾ പാഠഭാഗത്തിൽ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇവിടെ പാഠത്ത് പറയുന്ന ഇവിടുന്ന് തൊട്ടിട്ട് ഉൽഹിയ ആ സ്മരണ പുതുക്കലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ബലിയറക്കാൻ സ്വപ്നം കാണുന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കഥ മനസ്സിലാക്കിയിട്ട് ചുരുക്കി എഴുതുക. ഒരു ഖണ്ഡികയാക്കിയിട്ട് ചുരുക്കി എഴുതുക. അതാണ് അവിടെ ഒരു ഖണ്ഡിക എഴുതാനുള്ളത് മനസ്സിലാക്കി ചെയ്യേണ്ടത്. അടുത്ത നക്ര വനംലോ വായിക്ക വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുല്ലാഹി. ഇസ്മായിൽ അലൈഹി സ്വലാം ഇബ്നു ഖലീലില്ല. അതായത് ഖലീലിൻ്റെ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ. ഹാജറ റളിയല്ലാഹു അൻഹു അസ്സൗജി ഖലീലില്ലാഹി. അസ്സൗജി ഖലീലില്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ. ഈദുൽ അൽഹ തിദ്കാറു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. ഇവിടെ ഖലീലുല്ലാഹി എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈദുൽ അൽഹ എന്ന പാഠത്തിൻ്റെ വർക്കുകളും പാഠഭാഗവും. നിങ്ങൾ നന്നായി മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.